السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين، أما بعد. اللهم سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്ന സഹോദരങ്ങളെ, സഹോദരിമാരെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, എന്താണ് എല്ലാവരുടെയും വിശേഷം? ഉഷാറന്നെ? അൽഹംദുലില്ലാ. നമ്മളിന്ന് പുതിയൊരു തുടക്കമാണ്. കുടുംബം ഒന്നിച്ചുള്ള ഒരു ഖുർആൻ ക്ലാസ്സിലാണ് നമ്മൾ ഇരിക്കുന്നത്. നന്മയുടെ വഴിയിൽ നമ്മുടെ കൂടെ നമ്മുടെ കുടുംബം കൂടി ഉണ്ടാകുക എന്നുള്ളത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. അള്ളാഹു ആ കൺകുളിർമ നിലനിർത്തി തരട്ടെ. നിങ്ങളെ കൂടെ ഇബ്രാഹിം അൽഹിക്കമിയാണ് ഉണ്ടായിരുന്നത്. ഇനി ഇൻഷാ അല്ലാഹ് കുറച്ച് കാലം ഞാൻ നിങ്ങളെ കൂടെ ഉണ്ടാകും. നമ്മുടെ QHLSC ക്ലാസ്സിൻ്റെ സിലബസ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഇന്നൊരു മുഖദ്ദിമയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരു ആമുഖം എന്ന നിലക്ക് അടിസ്ഥാനപരമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില സംഗതികൾ സൂചിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അള്ളാഹു കാര്യങ്ങൾ ശരിക്ക് അവതരിപ്പിക്കുവാനും പറയുന്ന കാര്യങ്ങൾ ശരിക്കും ഉൾക്കൊള്ളുവാനും നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഖുർആൻ എന്ന് പറഞ്ഞാൽ ശരിക്ക് വലിയൊരു അത്ഭുതമാണ്. ഇപ്പോൾ സ്വഹാബിമാർ മക്കയിൽ നിന്ന് 2 തവണ ഹബിഷയിലേക്ക് ഹിജറ പോയിട്ടുണ്ട്. അബസീനിയയിലേക്ക് 2 തവണ അവർ ഹിജറ പോയിട്ടുണ്ട്. ഒന്നാമത്തെ ഹിജറ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹുവിൻ്റെ നേതൃത്വത്തിലായിരുന്നു. രണ്ടാമത്തെ ഹിജറ ജാഫർ ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിലുമായിരുന്നു. ഇങ്ങനെ 2 ഹിജറ പോകാൻ ഒരു കാരണമുണ്ട്. ഒന്നാമത്തെ ഹിജറ പോയി മുസ്ലിങ്ങൾ ഹബിഷയിലാണ്. അവിടെ നജാഷി രാജാവാണ് രാജ്യം ഭരിക്കുന്നത്. അവർ സമാധാനത്തിലും സന്തോഷത്തിലുമാണ്. അപ്പോൾ അവർ ഹബിഷയിലുള്ള സമയത്ത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ കഅബക്കരികിലേക്ക് ചെന്ന് ഖുർആൻ ഓതുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് പാരായണം ചെയ്തത് ഖുർആനിലെ 53-ാമത്തെ അധ്യായം സൂറത്തുൻ നജ്മാണ്. സൂറത്തുൻ നജ്മ് വളരെ മനോഹരമായൊരു സൂറത്താണ്. കേൾക്കാൻ തന്നെ വളരെ രസമുള്ളൊരു സൂറത്താണ്. വൻ നജ്മി ഇദാ ഹവ മാ ضل صاحبكم وما غوى وما ينطق عن الهوى إن هو إلا وحي يوحى علمه شديد القوى ذو مرة فاستوى. അങ്ങനെ വളരെ മനോഹരമായിട്ടാണ് ആ അധ്യായത്തിലൂടെ അള്ളാഹു നമ്മളോട് സംസാരിക്കുന്നത്. ഖുർആനിലെ എല്ലാ അധ്യായങ്ങളും അങ്ങനെ തന്നെയാണ്. ഓരോ സൂറത്തിനും അതിൻ്റേതായ പ്രത്യേകതകളുണ്ട്, ആകർഷണീയതയുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സൂറത്ത് ഓതുന്ന സമയത്ത് കഅബക്കരികിൽ മക്കയിലെ ശത്രുക്കളുണ്ട്, മക്കക്കാരുണ്ട്. അവരും നബിൻ്റെ പാരായണം കേൾക്കുകയാണ്. നബി ഉച്ചത്തിലാണ് പാരായണം ചെയ്യുന്നത്. അങ്ങനെ സൂറത്തുൻ നജ്മിലെ അവസാനത്തെ ആയത്ത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതി, ഫസ്ജുദൂ ലില്ലാഹി വഅ്ബുദൂ. നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി സുജൂദ് ചെയ്യുക, അള്ളാഹുവിനെ മാത്രം നിങ്ങൾ ആരാധിക്കുകയും ചെയ്യുക. അവിടെ തിലാവത്തിൻ്റെ സുജൂദുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ആയത്ത് ഓതിയിട്ട് സുജൂദ് ചെയ്തു. സുജൂദ് ചെയ്തപ്പോൾ എന്താ സംഭവിച്ചതെന്നറിയോ? നബിൻ്റെ ഈ പാരായണം കേട്ടുകൊണ്ടിരിക്കുന്ന ശത്രുക്കളും അവരും അറിയാതെ സുജൂദിലേക്ക് കണ്ട് വീണു പോവാൻ. അറിഞ്ഞുകൊണ്ടല്ല, നബിൻ്റെ ആ പാരായണത്തിൽ ലയിച്ചിട്ട് അവരും സുജൂദ് ചെയ്തു. അപ്പോൾ ഈ വിവരം ഹബിഷയിലെത്തിയപ്പോൾ ഹബിഷക്കാർ കേട്ടത് എന്താണെന്ന് വെച്ചാൽ, ഹബിഷയിലുള്ള മുസ്ലിങ്ങൾ കേട്ടത് എന്താണെന്ന് വെച്ചാൽ, മക്കയിലുള്ള ശത്രുക്കളൊക്കെ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്, ഇനി നിങ്ങൾ ഹബിഷയിൽ നിൽക്കേണ്ടതില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിലേക്ക് തന്നെ തിരിച്ചു പോകാമെന്നാണ്. അങ്ങനെ ഈ വിവരം കേട്ടിട്ടാണ് മുസ്ലിങ്ങൾ ഹിജറ പോയെടുത്ത് നിന്ന് വീണ്ടും മക്കയിലേക്ക് തിരിച്ചു വരുന്നത്. മക്കയിലെത്തിയപ്പോഴാണ് അവർക്ക് മനസ്സിലാകുന്നത് മക്ക പഴയ മക്ക തന്നെയാണ്, മക്കക്കാർ പഴയ മക്കക്കാരുമാണ്. ആ പീഡനങ്ങളും ദുരിതങ്ങളൊക്കെ അവിടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് രണ്ടാമത് വീണ്ടും ജാഫർ ബിൻ അബി താലിബ് റളിയല്ലാഹുവിൻ്റെ നേതൃത്വത്തിൽ ഹിജറ പോകുന്നത്.
ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നൊരു പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ, ഖുർആനിൻ്റെ ആ ഒരു ക്യാച്ചിങ് പവർ ഭയങ്കര സംഭവമാണ്. കാരണം അറബികൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും ഇസ്ലാമിനോടും എത്ര ശത്രുത ഉണ്ട് നമ്മൾ ആലോചിക്കുക. നബിയോട് എത്ര വെറുപ്പുള്ള മനുഷ്യന്മാരാണ് ഈ ഖുർആൻ്റെ ആയത്തുകൾ കേൾക്കുന്നത്. ആ മനുഷ്യന്മാരാണ് ഖുർആൻ്റെ ആയത്ത് കേട്ടിട്ട് അറിയാതെ സുജൂദിലേക്ക് വീണുപോയത്. അപ്പം അങ്ങനത്തെ ഒരു ആകർഷണീയത, മനുഷ്യൻ്റെ മനസ്സിനെ പിടിച്ചു കുലുക്കാനുള്ള, കീഴടക്കാനുള്ള ഒരു കഴിവ് ഈ ഗ്രന്ഥത്തിനുണ്ട്. അതിന് ആ ഗ്രന്ഥത്തിലൂടെ എന്താണ് അള്ളാഹു നമ്മളോട് പറയുന്നതെന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണം. ഖുർആൻ അത് വെറുതെ ഒരു ശബ്ദം മാത്രമായാൽ നമുക്കത് ആസ്വദിക്കാൻ കഴിയൂല. അതിനപ്പുറം എന്താണ് എൻ്റെ റബ്ബ് ആ ഗ്രന്ഥത്തിലൂടെ എന്നോട് സംസാരിക്കുന്നത് എന്ന കൃത്യമായ തിരിച്ചറിവും ബോധ്യവും നമുക്ക് ഉണ്ടാകണം എന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ QHLSC ക്ലാസ് കൊണ്ടൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ്. ഖുർആൻ ഓതാൻ മാത്രമുള്ളൊരു ഗ്രന്ഥമല്ല, അത് ചിന്തിക്കാനും ഉറ്റാലോചിക്കാനും ആഴത്തിൽ പഠിക്കാനുമുള്ള ഗ്രന്ഥമാണ്. അള്ളാഹു ഖുർആനെ നമ്മുടെയൊക്കെ ഹൃദയത്തിൻ്റെ വസന്തമാക്കി മാറ്റട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സിലബസ് 3 സൂറത്തുകളാണ്. ഏതൊക്കെ സൂറത്തുകളാണ്? സൂറത്തു അശ്ശുഅറ 26-ാം അധ്യായം, സൂറത്തു ശുഅറ, പിന്നെ സൂറത്തു അന്നംൽ, സൂറത്തുൽ ഖസസ്. ഈ 3 സൂറത്തുകളാണ് ഇത്തവണ നമുക്ക് പഠിക്കാനുള്ളത്. അതുപോലെ തന്നെ സഹീഹുൽ ബുഖാരിയിലെ കച്ചവടം എന്ന ഭാഗത്തു നിന്ന് തിരഞ്ഞെടുത്ത കുറച്ച് ഹദീസുകളുമാണ് നമ്മുടെ സിലബസിലുള്ളത്. അപ്പോൾ 26-ാമത്തെ അധ്യായമാണ് അശ്ശുഅറ. എന്താണ് ശുഅറ എന്ന് പറഞ്ഞാൽ? കവികൾ, അല്ലേ? കവികൾ. ഷാഇറുൻ എന്ന് പറഞ്ഞാൽ കവി. ഷാഇറുൻ എന്നതിൻ്റെ ബഹുവചനമാണ് ശുഅറ, കവികൾ. ഷിഅറുൻ എന്ന് പറഞ്ഞാൽ കവിത. അപ്പോൾ മക്കക്കാരൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദഅവത്ത് തുടങ്ങിയതിന് ശേഷം നബിയെ വിളിച്ചൊരു പേരാണ് ഷാഇർ എന്നുള്ളത്. ഖുർആൻ കവിതയാണ്, നബി കവിയാണെന്നൊക്കെ പറഞ്ഞവർ പരിഹസിച്ചത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഷിഅറുൻ എന്ന് പറഞ്ഞാൽ കവിത എന്നാണ് അർത്ഥം. ഷാഇറുൻ എന്ന് പറഞ്ഞാൽ കവി. ആ ഷാഇറുൻ എന്ന പദത്തിൻ്റെ ബഹുവചനമാണ് ശുഅറ. അപ്പോൾ ഖുർആനിലെ 26-ാം അധ്യായം, അതിൻ്റെ പേര് അശ്ശുഅറ എന്നാണ്. ഓക്കെ, ഇനിയിപ്പോൾ മുസ്ഹഫിൻ്റെ തർത്തീബിൽ സൂറത്തു ശുഅറ വരുന്നത് 26-ാമതായിട്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 26-ാമതായിട്ട് അവതരിച്ച അധ്യായമാണോ സൂറത്തു ശുഅറ? ആണോ? നബിക്ക് ഇറങ്ങിയ അതേ ഓർഡറിൽ തന്നെയാണോ ഖുർആനിൽ സൂറത്തുകളുള്ളത്? അല്ല. ആദ്യം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജിബ്രീൽ അലൈഹി ഇസ്ലാം ഓതിക്കൊടുത്ത വചനങ്ങൾ ഏതാണ്? സൂറത്തു അൽ അലഖിലാണ്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്രം അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. അല്ലേ? സൂറത്തുൽ അലഖിലെ ആദ്യ 5 വചനങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആദ്യമായിട്ട് അവതരിക്കുന്നത്. എന്നാൽ സൂറത്തുൽ അലഖാണോ ഖുർആനിലെ 1-ാമത്തെ അധ്യായം? ആണോ? അല്ല. ഖുർആനിലെ 96-ാമത്തെ അധ്യായമാണ് സൂറത്തുൽ അലഖ്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കുറച്ച് കാലം വഹി നിലച്ചു, കുറച്ച് കാലം വഹി വന്നിട്ടില്ല. പിന്നെ വഹി വന്നപ്പോൾ ഏത് സൂറത്തായിരുന്നു? സൂറത്തു അൽ മുദ്ദസിർ. സൂറത്തുൽ മുദ്ദസിറാണ് പിന്നെ ഇറങ്ങുന്നത്. യാ അയ്യുഹൽ മുദ്ദസിർ കും ഫഅൻസിർ വറബ്ബക ഫകബ്ബിർ വസിയാബക ഫതഹിർ. സൂറത്തുൽ മുദ്ദസിറിലെ ആദ്യത്തെ 5 ആയത്തുകൾ. രണ്ടാമത് ഖുർആനിലുള്ള ഓർഡർ അനുസരിച്ച് സൂറത്തുൽ മുദ്ദസിറാണോ? അല്ല, സൂറത്തുൽ ബഖറയാണ്. സൂറത്തുൽ മുദ്ദസിർ 74-ാമത്തെ സൂറത്താണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറങ്ങിയ അതേ തർത്തീബിലല്ല, അതേ ക്രമത്തിലല്ല മുസ്ഹഫിൽ എന്തുള്ളത്? ഖുർആനിലെ സൂറത്തുകൾ ഉള്ളത്. അപ്പോൾ ഈ ക്രമം പിന്നെ ആര് നിശ്ചയിച്ചതാണ്? ഈ തർത്തീബ് ആരുണ്ടാക്കിയതാണ്? അതിൽ പണ്ഡിതന്മാർക്കിടയിൽ 2 അഭിപ്രായങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഒന്ന്, ഖുർആനിലെ സൂറത്തുകൾ മുസ്ഹഫിൽ നമ്മൾ കാണുന്ന ആ ക്രമം അത് തൗഖീഫിയാണെന്നുള്ളതാണ് ഒരഭിപ്രായം. തൗഖീഫി എന്ന് പറഞ്ഞാൽ അള്ളാഹും അള്ളാഹുവിൻ്റെ റസൂലും നിശ്ചയിച്ചു തന്നതാണ്. അപ്പോൾ അള്ളാഹും അള്ളാഹുവിൻ്റെ റസൂലും നിശ്ചയിച്ചു തന്നതാണെങ്കിൽ പിന്നെ ആ ഓർഡർ എന്ത് ചെയ്യാൻ പറ്റൂല? തെറ്റിക്കാൻ പറ്റൂല, ആ ക്രമം തെറ്റിക്കാൻ പറ്റൂല. രണ്ടാമത്തെ ഒരു അഭിപ്രായം, ഖുർആനിലെ ആ ഒരു തർത്തീബ് ഇജ്തിഹാദിയാണെന്നുള്ളതാണ്. സ്വഹാബിമാർ അവരുടെ ഗവേഷണത്തിനനുസരിച്ച്
ക്രമീകരിച്ചതാണ് ഖുർആനിലെ സൂറത്തുകൾ എന്നുള്ളതാണ്. വല്ലാഹു ആലം. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീൻ റഹിമഹുല്ലാഹു തആലക്ക് പറയുന്നത് ഖുർആനിലെ ചില സൂറത്തുകൾ ഇജ്തിഹാദി ആയതുണ്ട്, ആ തർത്തീബ്, ചിലത് തൗഖീഫി ആയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ നിശ്ചയിച്ചു തന്ന ഓർഡറും ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിശ്ചയിച്ചു തന്ന ക്രമത്തിന് ചില ഉദാഹരണങ്ങൾ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹു തആല പറയുന്നുണ്ട്. ഇപ്പോൾ സൂറത്തുൽ അഅലയും സൂറത്തുൽ ഗാശിയയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളിയാഴ്ച നിസ്കാരത്തിൽ ഓതിയിരുന്നത് ഒന്നാമത്തെ റക്അത്തിൽ സൂറത്തുൽ അഅല, രണ്ടാമത്തെ റക്അത്തിൽ സൂറത്തുൽ ഗാശിയ. അതുപോലെ തന്നെ ജുമുഅയും മുനാഫിക്കൂനും, ജുമുഅ കഴിഞ്ഞിട്ടാണ് മുനാഫിക്കൂൻ, അത് നബി നിശ്ചയിച്ച ഓർഡറായിട്ടാണ് ഷെയ്ഖ് പറയുന്നത്. കാരണം ആദ്യത്തെ റക്അത്തിൽ ജുമുഅ ഓതും, രണ്ടാമത്തെ റക്അത്തിൽ മുനാഫിക്കൂൻ ഓതും. അതുപോലെ തന്നെ സൂറത്തുൽ ബഖറയും സൂറത്തു ആലു ഇമ്രാനും തമ്മിലുള്ള തർത്തീബൊക്കെ തൗഖീഫി ആയിട്ട് ഹദീസിൽ ആ ക്രമത്തിൽ തന്നെ വന്നത് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ അങ്ങനെ രണ്ട് അഭിപ്രായങ്ങളുണ്ട്. അതിൽ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്ന അഭിപ്രായം ചില സൂറത്തുകൾ തൗഖീഫിയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ആ ഓർഡർ നിശ്ചയിച്ചു തന്നതാണ്. ചിലത് സഹാബിമാർ അവരുടെ ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിശ്ചയിച്ചതും ആണെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ സഹാബിമാരുടെ കൈകളിൽ മുസ്ഹഫ് ഉണ്ടായിരുന്നല്ലോ, ആ മുസ്ഹഫിൽ എല്ലാ മുസ്ഹഫിലും ഒരേ ഓർഡർ ആയിരുന്നില്ല ഉണ്ടായിരുന്നത്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖുർആൻ ക്രോഡീകരിക്കുന്നത് വരെ ഒരേ തർത്തീബിലായിരുന്നില്ല. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൻ്റെ മുസ്ഹഫിലുള്ള ക്രമമായിരുന്നില്ല ആയിഷ ബീവിൻ്റെ അടുക്കലുള്ള മുസ്ഹഫിൽ ഉണ്ടായിരുന്നത്. ആ ക്രമത്തിൽ എന്തുണ്ടായിരുന്നു? മാറ്റം ഉണ്ടായിരുന്നു. അത് അവരുടെ ഇജ്തിഹാദ് അനുസരിച്ചിട്ട് അവർ ക്രമീകരിച്ചതാണ്. ഓക്കെ, ഇനി അടുത്തൊരു തർത്തീബ് എന്താണെന്ന് വെച്ചാൽ ഹർഫുകൾക്കിടയിലുള്ള തർത്തീബാണ്. ഒരു ഹർഫ് കഴിഞ്ഞാൽ അടുത്ത ഹർഫ്, അത് തൗഖീഫിയാണ്. ഒരു അക്ഷരം കഴിഞ്ഞാൽ ഖുർആനിലെ അടുത്ത അക്ഷരം എന്നുള്ളത് അള്ളാഹും അള്ളാഹുവിൻ്റെ റസൂലും നിശ്ചയിച്ചു തന്നാണ്, അത് മാറ്റാൻ പറ്റൂല. ഇപ്പോൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അവിടെ റബ്ബ് എന്നുള്ളത് ബർന്നാക്കാൻ പറ്റൂല, ബാ അങ്ങോട്ടും റാ അങ്ങോട്ടും മാറ്റാൻ പറ്റൂല. അങ്ങനെ ഒരാൾ ആ ക്രമം തെറ്റിക്കുകയാണെങ്കിൽ അത് ഹറാമാണ്, ആ ക്രമം തെറ്റിക്കാൻ പറ്റൂല. അതുപോലെ തന്നെ പദങ്ങൾക്കിടയിലുള്ള ക്രമം, ആ ക്രമവും തൗഖീഫിയാണ്, അത് അള്ളാഹു നിശ്ചയിച്ചു തന്നതാണ്. കുൽ ഹുവ അല്ലാഹു അഹദ് എന്ന് ഓതേണ്ടടുത്ത് കുൽ അല്ലാഹു ഹുവ അഹദ് എന്നൊരാൾ ഓതിയാൽ ഹറാമാണ്, അങ്ങനെ ഓതാൻ പാടില്ല. അതുപോലെ തന്നെ ആയത്തുകൾക്കിടയിലുള്ള തർത്തീബ്, അതും അള്ളാഹു തന്നെ നിശ്ചയിച്ചു തന്നതാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ കഴിഞ്ഞാൽ മാലിക് യൗമിദ്ദീൻ ഓതാൻ പാടില്ല, ഹറാമാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ കഴിഞ്ഞാൽ അർ റഹ്മാൻ റഹീമാൻ, അത് കഴിഞ്ഞിട്ടേ മാലിക് യൗമിദ്ദീൻ ഓതാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു തർത്തീബിൻ്റെ കാര്യത്തിലുള്ള ഈ ഒരു വിഷയം നമ്മൾ ശ്രദ്ധിക്കുക. സൂറത്തുകൾക്കിടയിലുള്ള തർത്തീബിൻ്റെ കാര്യം കുറച്ചും കൂടി വിശാലമാണ്. എന്നാൽ ഏറ്റവും അഫ്ളൽ ഏതാണ്? ഓതുമ്പോൾ ആ മുസ്ഹഫിലുള്ള ആ തർത്തീബ് അനുസരിച്ച് തന്നെ പാരായണം ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും അഫ്ളൽ. എന്നാൽ ഒരാൾ ആദ്യം ബക്കറ ഓതി, പിന്നെ നിസാ ഓതി, പിന്നെ ആലുംറാൻ ഓതി, അതിലെന്തില്ല, തെറ്റില്ല. എന്നാൽ ആയത്തുകൾ മാറ്റാൻ പറ്റൂല, പദങ്ങൾ മാറ്റാൻ പറ്റൂല, ഹർഫുകൾ മാറ്റാൻ പറ്റൂല എന്നതാണ് വിഷയം. ഓക്കെ, ഇനി നമ്മൾ അടുത്തൊരു മസ്അലയിലേക്ക് നീങ്ങുകയാണ്. 23 വർഷങ്ങൾ കൊണ്ടാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖുർആൻ കംപ്ലീറ്റ് ആയിട്ട് അവതരിക്കുന്നത്. അപ്പോൾ ഘട്ടം ഘട്ടമായിട്ടാണ് ഈ ഗ്രന്ഥം ഇറങ്ങിയിട്ടുള്ളത്. ഈ 23 വർഷങ്ങൾ കൊണ്ട് അവതരിച്ച സൂറത്തുകളെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അല്ലേ, ഖുർആനിലെ 114 സൂറത്തുകളെ നമുക്ക് രണ്ടായിട്ട് ഭാഗിക്കാൻ പറ്റും. ഒന്ന് മക്കിയായ സൂറത്തുകളാണ്, രണ്ട് മദനിയായ സൂറത്തുകളുമാണ്. അപ്പോൾ എന്താണ് മക്കിയായ സൂറത്തുകൾ? എന്താണ്? മക്കയിൽ അവതരിച്ചതാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലുള്ള സമയത്ത് അവതരിച്ചത് മക്കി, മദീനയിലുള്ളപ്പോൾ അവതരിച്ചത് മദനി. അങ്ങനെ ഇറങ്ങിയ സ്ഥലമാണോ പരിഗണിക്കുക? അല്ല, ഇറങ്ങിയ സമയമാണ് പരിഗണിക്കുക. മാ നസല ഖബ്ല ഹിജ്റത്തി റസൂലി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുന്നതിന് മുമ്പ് അവതരിച്ച സൂറത്തുകളാണ് മക്കിയായ സൂറത്തുകൾ. മാ നസല ബഅദ ഹിജ്റത്തി റസൂലി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് പലായനം ചെയ്തതിന് ശേഷം ഇറങ്ങിയ സൂറത്താണെങ്കിൽ, ആയത്താണെങ്കിൽ അത് മദനിയുമാണ്. ചിലപ്പോൾ ആയത്ത് ഇറങ്ങിയത് എവിടെ വെച്ചായിരിക്കും? മക്കയിൽ വെച്ചായിരിക്കും. പക്ഷേ ഇറങ്ങിയത് എപ്പോഴായിരിക്കും? ഹിജ്റയ്ക്ക് ശേഷമായിരിക്കും. അപ്പോൾ അത് മക്കിയാണോ മദനിയാണോ? മദനിയാൻ. അപ്പോൾ നമുക്കെല്ലാവർക്കും സുപരിചിതമായൊരു ആയത്താണ് സൂറത്തുൽ മാഇദയിലെ 3-ാമത്തെ ആയത്ത്. അൽ യൗമ
അക്മൽതു ലക്കും ദീനക്കും വ അത്മംതു അലൈക്കും നിഅമതി വ റദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഇത് ഇറങ്ങുന്നത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഈ ആയത്ത് ഇറങ്ങിയ സ്ഥലവും സമയവും ദിവസമൊക്കെ ഞങ്ങൾക്കറിയാം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അറഫയിൽ നിൽക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹജ്ജ്, നബി എത്ര ഹജ്ജ് ചെയ്തിട്ടുണ്ട്? ഒറ്റ ഹജ്ജ്. എത്ര ഉംറ? 4 ഉംറ. അഹ്സൻതും, 4 ഉംറയും ഒരു ഹജ്ജുമാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തത്. ഹജ്ജത്തുൽ വിദാഇൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അറഫയിൽ നിൽക്കുമ്പോൾ, അറഫ എവിടെയാണ്? മക്കയിലാണോ മദീനയിലാണോ? മക്കയിലാണ് അല്ലേ? ഹജ്ജിൻ്റെ എല്ലാ കർമ്മങ്ങളും എവിടെയാണ്? മക്കയിലാണ്. ഉംറയുടെ എല്ലാ കർമ്മങ്ങളും എവിടെയാണ്? മക്കയിലാണ്. ഹജ്ജിൻ്റെ ഉംറയുടെ ഒന്നും ഒരു കർമ്മം എവിടെ ഇല്ല? മദീനയിലില്ല. ഓക്കെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറഫയിൽ നിൽക്കുമ്പോൾ വെള്ളിയാഴ്ച ദിവസമാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും എന്ന ആയത്ത് ഇറങ്ങുന്നത്. എന്നാൽ ഇറങ്ങിയ സമയമോ? നബിൻ്റെ ഹജ്ജ് ഹിജറക്ക് മുമ്പാണോ ശേഷമാണോ? ഹിജറക്ക് ശേഷമാണ് അല്ലേ? അപ്പോൾ ഇറങ്ങിയത് ഹിജറക്ക് ശേഷമാണ്. അപ്പോൾ ആ ആയത്ത് മക്കിയാണോ മദനിയാണോ? മദനിയാണ്. അങ്ങനെയാണ് ഒരു ആയത്ത് മക്കിയാണോ മദനിയാണോ എന്ന് നോക്കുക. അതുപോലെ തന്നെ ഒരു സൂറത്ത് മക്കിയാണോ മദനിയാണോ എന്നൊക്കെ തീരുമാനിക്കുക. അത് ഇറങ്ങിയ സ്ഥലമല്ല പരിഗണിക്കേണ്ടത്, സമയമാണ് പരിഗണിക്കേണ്ടത്. ബാറക്കല്ലാഹു ഫീക്കും. ഇനി മക്കിയായ സൂറത്തുകളും മദനിയായ സൂറത്തുകളും വെറുതെ വേർതിരിക്കുന്നതല്ല. അത് അറിയുന്നതിൽ കുറേ മെച്ചങ്ങളുണ്ട്, കുറേ ഉപകാരങ്ങളുണ്ട്. ഒന്നാമത്തേത് മക്കിയായ സൂറത്തുകളുടെയും മദനിയായ സൂറത്തുകളുടെയും ശൈലി തന്നെയാണ്. മക്കിയായ ഒരു സൂറത്തിൽ സംസാരിക്കുന്ന ശൈലിയിലല്ല ഖുർആൻ മദനിയായൊരു സൂറത്തിൽ സംസാരിക്കുക. രണ്ടും മാറ്റമുണ്ട്. കാരണം രണ്ടും രണ്ട് അഭിസംബോധകരാണ്. മക്കക്കാരെ പോലെയല്ല മദീനക്കാർ. മക്കക്കാരെന്ന് പറഞ്ഞാൽ നബി എന്ത് പറഞ്ഞാലും അത് നിഷേധിക്കാനും നബിനെ കളവാക്കാനും പരിഹസിക്കാനും കാത്തിക്കുന്ന ആൾക്കാരാണ്. അവരോട് സംസാരിക്കുമ്പോൾ കുറച്ചുകൂടി കടുത്ത ഭാഷയിലാണ് ഖുർആൻ സംസാരിക്കുക. ആ ശൈലിക്ക് കുറച്ച് കടുപ്പുണ്ടാകും. എന്നാൽ മദീനക്കാരെന്ന് പറഞ്ഞാൽ ഖാലു സമിഅന വ അതഅന, ഞങ്ങൾ കേട്ടിരിക്കുന്നു, ഞങ്ങൾ അനുസരിക്കുന്നു പറഞ്ഞൊരു ടീമാണ്. അപ്പോൾ ഓരോട് മസിൽ പിടിച്ച് പറയേണ്ട ആവശ്യമില്ല. എന്നാൽ മക്കക്കാരോട് പറയുമ്പോൾ കുറച്ച് സ്ട്രോങ്ങിൽ പറയേണ്ടി വരും. ആ ഒരു ശൈലി മക്കിയായ സൂറത്തുകളിലും മദനിയായ സൂറത്തുകളും നമുക്ക് ശരിക്കും വേർതിരിച്ച് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ തന്നെ മക്കിയായ സൂറത്തുകൾ പൊതുവേ ചെറിയ ചെറിയ ആയത്തുകളായിരിക്കും ഉണ്ടാവുക. ചെറിയ ചെറിയ ആയത്തുകളായിരിക്കും. ഇപ്പോൾ നമ്മൾ പറഞ്ഞു സൂറത്തു അശ്ശുഅറ മക്കിയായ സൂറത്താണ്. സൂറത്തു ഷുഅറയിലെ അവസാനത്തെ 4 ആയത്തുകൾ മദനിയാണെന്നുള്ള അഭിപ്രായമുണ്ട്. ഏതായാലും മക്കിയായ സൂറത്താണ് സൂറത്തു അശ്ശുഅറ. ഈ സൂറത്തു ഷുഅറയിലെ ആയത്തുകൾ നിങ്ങൾ വെറുതെ ഒന്നിങ്ങനെ മറിച്ച് നോക്കി, വളരെ ചെറിയ 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 ആയത്തുകളാണ് അല്ലേ. സൂറത്തുൽ ഇഖ്ലാസ് മക്കിയായ സൂറത്താണ്. ചെറിയ ആയത്തുകളാണ്. സൂറത്തുൽ കാഫിറൂൻ മക്കിയായ സൂറത്താണ്. കാരണം മക്കിയായ സൂറത്തുകൾ കൈകാര്യം ചെയ്യുന്ന വിഷയവും മദനിയായ സൂറത്തുകൾ കൈകാര്യം ചെയ്യുന്ന വിഷയവും തമ്മിൽ മാറ്റമുണ്ട്. മക്കയിൽ കാര്യമായിട്ട് തൗഹീദും ആഖിറത്തൊക്കെയാണ് പരാമർശങ്ങൾ വരുന്നത്. എന്നാൽ മദനിയായ സൂറത്തുകൾ അങ്ങനെയല്ല. ആയിഷ ബീവി പറയുന്നുണ്ടല്ലോ, ആദ്യമായിട്ട് ഖുർആനിൽ ഇറങ്ങിയ സൂറത്തുകളിൽ ഫീഹാ ദിക്റുൽ ജന്നത്തി വന്നാർ, അതിൽ സ്വർഗത്തെ പറ്റിയിട്ടും നരകത്തെ പറ്റിയിട്ടുള്ള പരാമർശങ്ങൾ ഉണ്ടായിരുന്നു. ഹത്താ സാബൻ നാസു ഇലൽ ഇസ്ലാം, അങ്ങനെ ആ സ്വർഗവും നരകവും കണ്ട് കേട്ടിട്ട് മനുഷ്യരുടെ മനസ്സ് ഇസ്ലാമിന് പാകപ്പെട്ടു. അതിന് ശേഷമാണ് പിന്നെ വിശദമായിട്ടുള്ള അഹ്കാമുകൾ ഇറങ്ങുന്നത്. കാരണം ഖുർആൻ അവരുടെ മനസ്സ് പാകപ്പെടുത്തുകയാണ്. നിങ്ങൾ എന്തിനു നന്നാവണം, എന്തുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം, എന്തുകൊണ്ട് നിസ്കരിക്കണം, അതിനുള്ള കാരണം എന്താണ്, എന്തുകൊണ്ട് നിങ്ങൾ കള്ളുപിടിക്കാൻ പാടില്ല, എന്തുകൊണ്ട് നിങ്ങൾ വ്യഭിചരിക്കാൻ പാടില്ല, കാരണം ഒരു നരകവും സ്വർഗമൊക്കെ വരാനുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. ആ ഒരു വിശ്വാസം മനുഷ്യരുടെ മനസ്സിൽ ഖുർആൻ ഉറപ്പിച്ചു. അതിന് ശേഷമാണ് അഹ്കാമുകൾ വിശദമായിട്ട് അള്ളാഹു അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അവിടെ തന്നെ ആയിഷ ബീവി പറയുന്നുണ്ട്, ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞത് ലാ തശ്റബുൽ ഹംർ, ലാ തശ്റബുൽ ഖംർ, നിങ്ങൾ കള്ളുടിക്കാൻ പാടില്ല എന്നാണെങ്കിൽ ഞങ്ങൾ കള്ളുടി നിർത്തൂല. ലാ തസ്നു, നിങ്ങൾ വ്യഭിചരിക്കരുത് എന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായിട്ട് നിങ്ങളോട് പറഞ്ഞതെങ്കിൽ ഞങ്ങൾ ഒരിക്കലും വ്യഭിചാരം നിർത്താൻ പോകുന്നില്ല. പക്ഷേ സ്വർഗവും നരകമൊക്കെ ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങി എന്നുള്ളതാണ്. അപ്പോൾ മക്കിയായ സൂറത്തുകൾ കാര്യമായിട്ട് കൈകാര്യം ചെയ്യുന്ന വിഷയം തൗഹീദും അതുപോലെ തന്നെ സ്വർഗവും നരകവും ഒക്കെ ആണ്. എന്നാൽ മദനിയായ സൂറത്തുകളിലാണ് വിശദമായിട്ടുള്ള അഹ്കാമുകൾ വരുന്നത്. ഇപ്പോൾ ഖുർആനിലെ ഏറ്റവും വലിയ ആയത്ത്, ഏറ്റവും നീളമുള്ള ആയത്ത് ഏതാണ്? ആയത്തുദ്ദൈനാൻ. ഏത് സൂറത്തിലാണ്? സൂറത്തുൽ ബക്കറയിലാണ് അല്ലെ, മദനിയായ സൂറത്താണ്. അവിടെ
ആ ആയത്ത് കൈകാര്യം ചെയ്യുന്ന വിഷയം കടയിടപാടുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പോൾ അത് കുറച്ച് വിശദമായിട്ട് പറയേണ്ടി വരും. അല്ലെ, തൊലാഖിനെ പറ്റിയിട്ട് സംസാരങ്ങൾ വരുന്നത് മദീനയിൽ വെച്ചിട്ടാണ്. കച്ചവടത്തെ പറ്റിയിട്ടുള്ള സംസാരങ്ങൾ വരുന്നത് മദീനയിൽ വെച്ചിട്ടാണ്. അപ്പോൾ ആ അഹ്കാമുകൾ വിശദമായിട്ട് പറയണമെങ്കിൽ നീളമുള്ള ആയത്തുകൾ വേണം. അതുകൊണ്ട് തന്നെ മദനിയായ സൂറത്തുകളിൽ നീളമുള്ള ആയത്തുകളാണ് നമ്മൾ പൊതുവെ കാണുക. അതുപോലെ തന്നെ ഖുർആനിൽ നസ്ഖുണ്ട്. ഇപ്പോൾ ഇന്നലെ കിതാബ് തൗഹീദിൻ്റെ ദർസിൽ ഉവൈസ് ഉസ്താദ് പറഞ്ഞു അല്ലേ, മദ്യം ഘട്ടം ഘട്ടമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, വിലക്കുന്നത്. ആദ്യത്തെ സ്റ്റെപ്പ്, പിന്നെ സെക്കൻഡ് സ്റ്റെപ്പ്, അങ്ങനെ ഘട്ടം ഘട്ടമായിട്ടാണ് മദ്യം നിരോധിക്കപ്പെടുന്നത്. അപ്പോൾ അതിൽ ആദ്യം ഇറങ്ങിയ ആയത്ത് ഏതാണ്, പിന്നെ ഇറങ്ങിയ ആയത്ത് ഏതാണ്, ഇതൊക്കെ മനസ്സിലാക്കുക എങ്ങനെയാണ്? ആ ഒരു തർത്തീബ് അനുസരിച്ചാണ് ആദ്യം ഇറങ്ങിയത് പിന്നെ ഇറങ്ങിയത് എന്നുള്ള തർത്തീബ് മനസ്സിലാക്കുമ്പോഴാണ്. അപ്പോൾ അതൊക്കെ മക്കിയായ സൂറത്തും മദനിയായ സൂറത്തൊക്കെ വേർതിരിച്ച് മനസ്സിലാക്കുന്നിടത്ത് നമുക്ക് കിട്ടുന്ന മെച്ചങ്ങളാണ്. അല്ലാഹു അലം. ഇനി അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആദ്യമായിട്ട് അവതരിച്ച സൂറത്തുകളിൽ ഒന്നാണ് സൂറത്തു അശ്ശുഅറ. ശരിക്ക് മക്കക്കാരുടെ പരിഹാസവും അവരുടെ ഉപദ്രവവും ഒക്കെ അങ്ങേ അറ്റത്ത് എത്തി നിൽക്കുന്ന സമയത്താണ് ഈ ആയത്ത് ഈ സൂറത്ത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഇറക്കി കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമാധാനിപ്പിക്കുകയാണ് ഈ സൂറത്തിലൂടെ അള്ളാഹു ചെയ്യുന്നത്. മക്കക്കാർ അവർ നബിനോട് എന്തൊക്കെയാണ് പറഞ്ഞത്? നിങ്ങൾ നബിയാണെങ്കിൽ, നിങ്ങൾ സത്യസന്ധനാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഞങ്ങൾക്കൊരു അരുവി ഒഴുക്കി തരണം, നിങ്ങൾ സൊഫാ കുന്ന് സ്വർണ്ണമാക്കി തരണം. തീർത്തും ബാലിശമായ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ്. ഈ മുഹമ്മദ്, നീ ഒന്ന് ആകാശത്തേക്ക് കയറി പോകണം, എന്നാൽ ഞങ്ങൾ വിശ്വസിക്കാം. ഈ സൊഫാ കുന്ന് സ്വർണ്ണമാക്കി തന്നാൽ ഞങ്ങൾ വിശ്വസിക്കാം. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചു എന്നാണ്. കാരണം ഒരു മനുഷ്യന് ഹിദായത്ത് കിട്ടുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സിൻ്റെ ഉള്ളിൽ അടങ്ങാത്ത ആഗ്രഹമാണ്. നബി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, ഈ സൊഫാ കുന്നൊന്ന് സ്വർണ്ണമാക്കി കൊടുക്കാൻ പറ്റുമോ? അപ്പോൾ അള്ളാഹു ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമെ അയച്ചു. ജിബ്രീൽ എന്നിട്ട് പറഞ്ഞു, നബി നിങ്ങൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ സൊഫാ കുന്ന് അള്ളാഹു സ്വർണ്ണമാക്കി കൊടുക്കും. പക്ഷെ അത് സ്വർണ്ണമാക്കി കൊടുത്തതിന് ശേഷം ആരെങ്കിലും വിശ്വസിച്ചിട്ടില്ല എങ്കിൽ അവർക്ക് കടുത്ത ശിക്ഷ ഉണ്ടാകും. ലോകത്ത് ഇന്ന് വരെ ഒരാളും ശിക്ഷിക്കപ്പെടാത്ത രീതിയിൽ അള്ളാഹു ശിക്ഷിക്കും. ഒന്നുകിൽ നിങ്ങളൊക്കെ അത് സെലക്ട് ചെയ്യാം, അതല്ല എങ്കിൽ അള്ളാഹു അവർക്ക് ബാബുർ റഹ്മ വത്തൗബ, തൗബയുടെയും റഹ്മത്തിൻ്റെയും വാതിൽ തുറന്നു കൊടുക്കും. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബൽ ബാബുർ റഹ്മത്തി വത്തൗബ, വേണ്ട, തൗബയുടെയും റഹ്മത്തിൻ്റെയും വാതിൽ അവർക്ക് തുറന്നു കൊടുത്താൽ മതി എന്നാണ്. വെറുതെ വാശിക്ക് പറയുന്നതാണ്. ഇവർക്ക് ആ ആയത്തുകൾ കാണിച്ചു കൊടുത്തതുകൊണ്ട് ഇവർ വിശ്വസിക്കണമെന്നൊന്നുമില്ല. ഇപ്പോൾ ഹിറ ഗുഹയുടെ അപ്പുറത്തും ഇപ്പുറത്തും ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ചന്ദ്രനെ രണ്ടാക്കി പുലർത്തി കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അവർ വിശ്വസിച്ചോ? മക്കക്കാരെന്താ പറഞ്ഞത്? സിഹറും മുസ്തമിർ, ഇത് തുടർന്നുകൊണ്ടിരിക്കുന്ന മാരണമാണ്, ജാലവിദ്യയാണെന്നാണ് അവർ പറഞ്ഞത്. അവരത് തള്ളിക്കളയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞാലും അത് തള്ളിക്കളയുകയും അത് അനുസരിക്കാതിരിക്കുകയും നബിയെ കളിയാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് സൂറത്തു ശുഅറ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഈ സൂറത്തിലൂടെ അള്ളാഹു സമാധാനിപ്പിക്കുക നമുക്ക് കാണാൻ പറ്റും. മുൻകാല നബിമാരുടെ ചരിത്രം ഈ അധ്യായത്തിലൂടെ അള്ളാഹു പറയുന്നുണ്ട്. നൂഹ് നബീനെ പറ്റിയിട്ട്, ഹൂദ് നബിയെ പറ്റിയിട്ട്, സാലിഹ് നബിയെ പറ്റിയിട്ട്, ഷുഐബ് നബിയെ പറ്റിയിട്ട്. ഇതെന്തിനാണത് പറഞ്ഞു കൊടുക്കുന്നത്? അത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സിനൊരു ഉറപ്പ് കിട്ടാനാണ്. നബി നിങ്ങൾക്ക് മാത്രമല്ല ഇതൊന്നും നേരിടേണ്ടി വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് മുമ്പ് കുറേ ആൾക്കാർ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ആദർശവുമായി വന്നിട്ടുണ്ട്, അള്ളാഹുവിൻ്റെ വഹയുമായിട്ട് അവരുടെ ജനങ്ങളിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഓരൊക്കെ ഇങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോയത്. അവരാരെയും രണ്ട് കൈയും നീട്ടിയിട്ട് ഒരു ജനതയും സ്വീകരിച്ചിട്ടില്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയിക്കുകയാണ്, നബിയെ സമാധാനിപ്പിക്കുകയാണ്. ഇപ്പോൾ ഹുനൈൻ യുദ്ധം കഴിഞ്ഞ സമയത്ത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഗനീമത്ത് സ്വത്ത് വിഭജിച്ചു. ഹുനൈൻ യുദ്ധത്തിൽ മുസ്ലിങ്ങൾ വിജയിച്ചു. ആ യുദ്ധത്തിൽ നിന്ന് കിട്ടിയ സ്വത്ത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബിമാർക്കിടയിൽ ഡിവൈഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ കുറച്ച് ആൾക്കാർക്ക് കൂടുതൽ ഓഹരി കൊടുത്തിട്ടുണ്ട്, കുറച്ച് ആൾക്കാരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അധികമായിട്ട് പരിഗണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഓഹരി വെപ്പ് കഴിഞ്ഞപ്പോൾ ഒരാൾ പറഞ്ഞു, മാഉദില ഫീഹ, ഈ ഓഹരി വെപ്പിൽ എന്തുണ്ടായിട്ടില്ല? നീതി ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കേൾക്കാൻ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഈ വിവരം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചെന്ന് പറഞ്ഞു, നബിയെ നിങ്ങൾ ഈ ഓഹരി വെച്ച കാര്യത്തിൽ നീതി ഉണ്ടായിട്ടില്ല എന്നാണ് ചില ആൾക്കാർ പറയുന്നത്. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ചു ചോദിക്കുകയാണ്,
അള്ളാഹും അള്ളാഹുവിൻ്റെ റസൂലും നീതി കാണിച്ചിട്ടില്ല എങ്കിൽ പിന്നെ ആരാണ് നീതി കാണിക്കുക? അപ്പോൾ ശരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഡിവൈഡ് ചെയ്തതല്ല. കുറച്ച് ആൾക്കാരെ അധികമായിട്ട് പരിഗണിച്ചത് നബിൻ്റെ താല്പര്യത്തിനനുസരിച്ചായിരുന്നില്ല, അത് അള്ളാഹുവിൻ്റെ വഹീൻ്റെ അടിസ്ഥാനത്തിൽ പരിഗണിച്ചതാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന വാക്കാണ് നമ്മുടെ വിഷയം. തീർച്ചയായും റഹിമല്ലാഹു മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അള്ളാഹു കാരുണ്യം ചൊരിയട്ടെ. കദ് ഊദിയ അക്സറ മിൻ ഹാദ, ഇതിനേക്കാളും കൂടുതൽ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമ പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്, ഉപദ്രവിക്കപ്പെട്ടിട്ടുണ്ട്. ഫസബറ, ആ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ ക്ഷമിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ശരിക്കും ആ സംഭവത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേദന ഉണ്ട്. നബിൻ്റെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ നബി നീതി കാണിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ നബിക്കതിൽ സങ്കടമുണ്ട്. പക്ഷേ ആ സങ്കടം നബി എങ്ങനെ ബാലൻസ് ചെയ്യുന്നത്? മൂസാ നബിക്ക് ഇതിനേക്കാളും വലിയ കഷ്ടപ്പാടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ സഹിച്ചിട്ടാണ് അവരും കഴിഞ്ഞു പോയത്. അപ്പോൾ ആ ഒരു അടിസ്ഥാനമാണ് ശരിക്കും ഇവിടെ ഈ സൂറത്തിലൂടെ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പഠിപ്പിക്കുന്നത്. മുൻകാല നബിമാർക്കും ഈ പ്രയാസങ്ങളും ദുരിതങ്ങളും പീഡനങ്ങളും ഒറ്റപ്പെടലും ഒക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന പാഠം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു പഠിപ്പിക്കുകയാണ്. അല്ലാഹു അലം. നമുക്ക് ജസ്റ്റ് ഒന്ന് ഈ സൂറത്തിലെ ആദ്യ ഭാഗങ്ങളൊന്ന് പാരായണം ചെയ്യാം. നിങ്ങൾ കൂടെ ഓതുക. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. طاسيم ميم. تلك آيات الكتاب المبين. لعلك باخع نفسك ألا يكونوا مؤمنين. ഖുർആൻ ഓതുമ്പോൾ നമ്മളെപ്പോഴും ഓർക്കേണ്ടത് അള്ളാഹു ഈ പാരായണത്തിന് നിശ്ചയിച്ചിട്ടുള്ള കൂലിയാണ്. അല്ലെ, ഒരു ഹർഫ് ഓതിയാൽ എത്ര കൂലിയാണ്? 10 കൂലിയാണ്. അല്ലെ, താസി മീം എന്നൊരാൾ ഓതുമ്പോൾ 10 കൂലിയാണോ? അല്ല, 30 കൂലിയാണ്. പിന്നെ അള്ളാഹു ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിനപ്പുറവും അള്ളാഹു നൽകും. അത് അള്ളാഹുവിൻ്റെ ഔദാര്യമാണ്. ഓരോ മനുഷ്യരുടെയും ഇഖ്ലാസ് അനുസരിച്ച്, അവരുടെ മനസ്സിൻ്റെ തേട്ടം അനുസരിച്ചിട്ടാണ് ആ കൂലിയിൽ മാറ്റം ഉണ്ടാവുക. ഇപ്പോൾ നമ്മളെല്ലാവരും ഇരിക്കുന്നത് ഒരേ ഹാളിലാണ്, നമ്മളെല്ലാവരും ഇരിക്കുന്നത് നമ്മളെ സെൻറ്ററിലാണ്, എല്ലാവരും കേൾക്കുന്നത് ഒരേ ദർസാണ്, എല്ലാവരും പഠിക്കുന്നത് ഒരേ സൂറത്താണ്. എന്നാൽ അവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഒരേ കൂലിയാണോ കിട്ടുക? ആണോ? അല്ല, ആ കൂലിയിൽ മാറ്റം ഉണ്ടാകും. ആ മാറ്റം എങ്ങനെയാണ്? അത് ആ മനുഷ്യൻ്റെ ഇഖ്ലാസിന് അള്ളാഹു കൊടുക്കുന്ന കൂലിയാണ്, ആ മനുഷ്യൻ്റെ തേട്ടത്തിന് അള്ളാഹു കൊടുക്കുന്ന കൂലിയാണ്. അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഏറ്റവും ഉന്നതമായ പ്രതിഫലം നൽകട്ടെ. ഇപ്പം നമ്മൾ ഈ സൂറത്ത് പഠിക്കുമ്പോൾ ഓർമ്മപ്പെടുത്താനുള്ള ഒരു കാര്യം, ഈ സൂറത്ത് ഹിഫ്ളാക്കിയിട്ട് കൂടി മുന്നോട്ട് പോകാൻ നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ്. ചെറിയ ചെറിയ സൂറത്തുകളാണ്, നമ്മൾ കുറച്ച് ഭാഗങ്ങളാണ് ഓരോ ക്ലാസ്സിലും എടുക്കുക. ആ എടുക്കുന്ന ഭാഗങ്ങൾ ഓരോ ആഴ്ചയും നമ്മൾ ഹിഫ്ളാക്കി മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് എളുപ്പമായിരിക്കും. നമുക്ക് ഹിഫ്ളുള്ള ഒരു സൂറത്ത് നമ്മൾ ഓതുന്നതും ഹിഫ്ൾ ഇല്ലാത്തൊരു സൂറത്ത് ഓതുന്നതും തമ്മിൽ നല്ല മാറ്റമുണ്ട്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ആയത്ത് താ സീം മീം. താ സീം മീം. അറബി ഭാഷയിൽ ഈ അക്ഷരങ്ങൾക്ക് എന്താ പറയുക? അറബിയിൽ എന്താ പറയുക? അൽ ഹുറൂഫുൽ മുഖത്തഅ. ശുക്രൻ. അൽ ഹുറൂഫുൽ മുഖത്തഅ, കേവലാക്ഷരങ്ങൾ എന്ന് പറയാം. ഈ അക്ഷരങ്ങൾക്ക് അർത്ഥമില്ല എന്നുള്ളതാണ് ശരിയായ അഭിപ്രായം. അള്ളാഹു ആലം ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹു തആലയൊക്കെ പറയുന്നത് ഇത് അറബി ഭാഷയിലുള്ള അക്ഷരങ്ങളാണ്, എന്നാൽ ഈ അക്ഷരങ്ങൾക്ക് പ്രത്യേകിച്ച് എന്തില്ല? അർത്ഥമില്ല എന്നതാണ്. ഖുർആനിലെ 29 സൂറത്തുകൾ അൽ ഹുറൂഫുൽ മുഖത്തഅ കൊണ്ട് ആരംഭിക്കുന്നുണ്ട്. ഖുർആനിലെ 29 സൂറത്തുകൾ അൽ ഹുറൂഫുൽ മുഖത്തഅ കൊണ്ട് ആരംഭിക്കുന്നുണ്ട്.
മൊത്തം 14 അക്ഷരങ്ങളാണ് അൽ ഹുറൂഫുൽ മുഖത്തഅയായിട്ട് കേവലാക്ഷരങ്ങളായിട്ട് ഖുർആനിൽ വന്നിട്ടുള്ളത്. 14 അക്ഷരങ്ങൾ. ഇബ്നു കസീർ റഹിമഹുല്ലാഹു തആല പറയുന്നുണ്ട്, ഈ 14 അക്ഷരങ്ങളെ നമുക്ക് വേണമെങ്കിൽ ഒരു വാചകത്തിൽ പറയാം. ഖുർആനിൽ മൊത്തത്തിൽ വന്ന 29 സൂറത്തുകളിലെയും അൽ ഹുറൂഫുൽ മുഖത്തഅയെ ഒരു വാചകത്തിൽ നമുക്ക് പറയാം. എന്താണ് ആ വാചകം? കഴിഞ്ഞ വെള്ളിയാഴ്ച ക്ലാസ്സിലിരുന്ന ആൾക്കാർ പറയട്ടെ, എന്താണ് വാചകം? കഴിഞ്ഞ ആഴ്ച ഇരുന്ന ആരും ഇല്ലേ? നസ്സുൻ ഹകീമുൻ ഖാതിഉൻ ലഹു സിർറുൻ. നസ്സുൻ ഹകീമുൻ ഖാതിഉൻ ലഹു സിർറുൻ. ഈ വാചകം അതിൽ മൊത്തത്തിൽ വന്ന 14 അക്ഷരങ്ങളുണ്ട്. അൽ ഹുറൂഫുൽ മുഖത്തഅയായിട്ട് 29 സൂറത്തുകളിൽ വന്ന മൊത്തം അക്ഷരങ്ങൾ ഈ വാചകത്തിലുണ്ട്. നസ്സുൻ നൂൻ സാദ്, ഹകീമുൻ ഹ കാഫ് യാ മീം, ഖാതിഉൻ ഖാഫ് ത ഖാഫ് അലിഫ് ത ഐൻ, ലഹു ലാം ഹ, സിർറുൻ സീൻ റ. ഓക്കെ, ഇതാണ് അൽ ഹുറൂഫുൽ മുഖത്തഅ. അപ്പോൾ എന്തിനാണ് പിന്നെ അർത്ഥമില്ലാത്ത ഈ അക്ഷരങ്ങൾ അള്ളാഹു ഖുർആനിൽ കൊണ്ടുവന്നിട്ടുള്ളത്? അതിലേറ്റവും പ്രബലമായ അഭിപ്രായം ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ല, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ല, ഇവരൊക്കെ പറയുന്ന അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ വെല്ലുവിളിക്കാനാണ്. ആരാണോ ഖുർആൻ്റെ അഭിസംബോധകർ അവരെ വെല്ലുവിളിക്കാൻ വേണ്ടിയിട്ടാണ് ഖുർആൻ ഈ അക്ഷരങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്. കാരണം ഖുർആൻ ഇറങ്ങുന്ന കാലത്തുള്ള അഭിസംബോധകർ ആരാണ്? അറബികളാണ്. അറബികൾ എന്ന് പറഞ്ഞാൽ വെറും അറബികളല്ല, അവർ അറേബ്യൻ സാഹിത്യ തറവാട്ടിലെ തമ്പുരാക്കന്മാരാണ്. ഉക്കാലിലും ദുൽമജാസിലും ദുൽമുജന്നയിലൊക്കെ വന്ന് നിന്ന് നിമിഷങ്ങൾ കൊണ്ട് കവിത പാടി അറബി ഭാഷ കൊണ്ട് അമ്മാനമാടിയ മനുഷ്യന്മാരാണ് ഖുർആൻ്റെ ആദ്യത്തെ പ്രഥമ അഭിസംബോധകർ. അവരോട് ഖുർആൻ പറയാണ്, നിങ്ങൾ സംസാരിക്കുന്ന അറബി ഭാഷയിലെ അലിഫാണിത്, നിങ്ങൾ സംസാരിക്കുന്ന അറബി ഭാഷയിലെ ലാമാണിത്, നിങ്ങൾ സംസാരിക്കുന്ന ഭാഷയിലെ മീമാണിത്, തോ ആണ്, സീനാണ്, കാഫാണ്, യാ ആണ്, ഐനാണ്, സ്വാദാണ്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഇതുപോലത്തെ ഒരു ഗ്രന്ഥങ്ങൾ കൊണ്ടുവരൂ എന്ന ഖുർആൻ്റെ വെല്ലുവിളിയാണ് ശരിക്ക് അൽ ഹുറൂഫുൽ മുഖത്തഅയുടെ ലക്ഷ്യമെന്ന് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹു തആലക്ക് പറയുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതാണ് അൽ ഹുറൂഫുൽ മുഖത്തഅയുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട ചില സംഗതികൾ. ഓക്കെ, അല്ലാഹു അലം. കുറച്ച് കാര്യങ്ങളാണ് ഒരു മുഖദ്ദിമ എന്ന നിലക്ക്, ഒരു ആമുഖം എന്ന നിലക്ക് നമ്മൾ സൂചിപ്പിച്ചിട്ടുള്ളത്. ഇന്ന് നമ്മൾ പറഞ്ഞ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി നിങ്ങളോട് ചോദിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഖുർആനിലെ സൂറത്തുകളുടെ തർത്തീബിൻ്റെ കാര്യം. ഒരാൾ നിസ്കരിക്കുമ്പോൾ അയാൾ ആദ്യം സൂറത്തു തീൻ ഓതി. ഒന്നാമത്തെ റക്കാത്തിൽ സൂറത്തു തീൻ ഓതി. രണ്ടാമത്തെ റക്കാത്തിൽ അയാൾ സൂറത്തു നബ ഓതി, അമ്മ യതസഅലൂൻ. അയാളെ നിസ്കാരത്തെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിസ്കാരത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല. ഏറ്റവും നല്ലത് എന്താണ്? തിരിച്ചോതലാണ്. ആദ്യം നബ ഓതുക, പിന്നെ തീൻ ഓതുക. അതാണ് ഖുർആൻ്റെ മുസ്ഹഫിലുള്ള ക്രമം. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മുസ്ഹഫ് ക്രോഡീകരിച്ചതിന് ശേഷമുള്ള ക്രമം അതാണ്. എന്നാൽ ഒരാൾ അങ്ങനെ മാറ്റി ഓതിയാലോ? അയാൾ ഹറാമ് ചെയ്തു എന്ന് പറയോ? അത് അയാളെ നിസ്കാരത്തെ ബാധിക്കുമോ? ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടുണ്ട്? ഇങ്ങനെ ക്രമം തെറ്റിച്ച് ഓതിയത് നമുക്ക് കാണാൻ പറ്റും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അനുചരന്മാരിൽ ഒരാളാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. തർജുമാനുൽ ഖുർആൻ, ഹിബറു ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിലെ പണ്ഡിതൻ, ബഹറു ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിലെ വിജ്ഞാനത്തിൻ്റെ കടൽ, അതാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നി, നമ്മുടെ ഉമ്മ മൈമൂന റളിയല്ലാഹു അൻഹയുടെ അടുത്ത കുടുംബക്കാരനാണ്. അപ്പോൾ ഒരു ദിവസം മൈമൂന റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിരുന്ന് വന്നിട്ടുണ്ട്. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മൈമൂന റളിയല്ലാഹു അൻഹയുടെ വീട്ടിലുണ്ട്. നബി ഓരോ ദിവസവും ഓരോ ഭാര്യമാർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ നബിൻ്റെ അന്നത്തെ ദിവസം ആരുടെ കൂടെയാണ്? മൈമൂന റളിയല്ലാഹുവിൻ്റെ കൂടെയാണ്. അപ്പോൾ അന്ന് രാത്രി അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കരിക്കാൻ നിന്നു. നബി രാത്രി നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വലിയ പ്രായമൊന്നുമില്ല, നബി മരിക്കുമ്പോൾ തന്നെ ചെറുപ്പമാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ രാത്രി നിസ്കരിക്കാൻ വന്നു നിന്നു.
അപ്പോൾ വന്ന് നിന്നപ്പോൾ നബിൻ്റെ ഇടത് ഭാഗത്താണ് വന്ന് നിന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിടിച്ചിട്ട് നേരെ വലത് ഭാഗത്തേക്ക് നേരെ നിർത്തി. അല്ലെ, രണ്ടാൾക്കാർ ജമാഅത്തായിട്ട് നിസ്കരിക്കുമ്പോൾ മഅ്മൂം എവിടെ നിൽക്കേണ്ടത്? ഇടത് ഭാഗത്തോ വലത് ഭാഗത്തോ? വലത് ഭാഗത്താണ് നിൽക്കേണ്ടത്. കുറച്ച് പിന്നിലായിട്ടാണ് നിൽക്കേണ്ടത്, അത് ഒരേ സൊഫിലാണ് നിൽക്കേണ്ടത്? ഒരേ സൊഫിലാണ് നിൽക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പിടിച്ചിട്ട് ഒരേ സൊഫിലാണ് നിർത്തിയത്. ഈ ഹദീസിനെ വിശദീകരിക്കുമ്പോൾ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹു തആല പറയുന്നുണ്ട്, ഇപ്പോൾ നമ്മളെ നാട്ടിലൊക്കെ കാണുന്ന ഒരു രീതിയാണ്, രണ്ടാളുകൾ നിസ്കരിക്കുകയാണെങ്കിൽ ഇമാം കുറച്ച് മുമ്പിലും മഅ്മൂം കുറച്ച് പിന്നിലുമായിട്ടാണ് നിൽക്കുക. അതിന് ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ പ്രത്യേകിച്ച് തെളിവൊന്നുമില്ല. അപ്പോൾ നേരെയാണ് നിൽക്കേണ്ടത്. ഇമാമും മഅ്മൂമും ഒരേ സൊഫിലാണ് നിൽക്കേണ്ടത്. അല്ലേ, ഇപ്പോൾ സ്ത്രീകൾ അവർ ജമാഅത്തായിട്ട് നിസ്കരിക്കുമ്പോൾ ഇമാം എവിടെ നിൽക്കേണ്ടത്? ഇമാമ് മുന്നോട്ട് കയറിയിട്ട് നിൽക്കേണ്ടത്? അല്ല, സെയിം സൊഫിലാണ്. അല്ലേ, ഒരേ സൊഫിൽ അവരുടെ മധ്യത്തിലായിട്ടാണ് ഇമാം നിൽക്കേണ്ടത്. ആയിഷ റളിയല്ലാഹു അൻഹയും ഉമ്മു സലമ റളിയല്ലാഹു അൻഹയും നമ്മുടെ ഉമ്മമാരാണ്. അവരൊക്കെ ജമാഅത്ത് നിസ്കാരത്തിന് നേതൃത്വം കൊടുക്കുമ്പോൾ അങ്ങനെയാണ് സൊഫ് നിന്നിരുന്നതെന്ന് ഇമാം ബൈഹഖി റഹിമഹുല്ലയും ഇബ്നു അബി ഷൈബ റഹിമഹുല്ലൊക്കെ പറയുന്ന ഉദ്ധരിക്കുന്ന നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നബി ഓതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സൂറത്തുൽ ബഖറയാണ് ഓതുന്നത്. അപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിചാരിച്ചു ഒരു 100 ആയത്ത് കഴിഞ്ഞാൽ നബി റുക്കൂ ചെയ്തോളും. 100 ആയത്ത് കഴിഞ്ഞു, നബി റുക്കൂ ഒന്നും ചെയ്യുന്നില്ല. എന്നാൽ പിന്നെ ബഖറ കഴിഞ്ഞാൽ നിർത്തും. ബഖറ കഴിഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ റുക്കൂ ചെയ്തില്ല. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓതുന്നത് സൂറത്തുൻ നിസാ ആണ്. ബഖറ കഴിഞ്ഞാൽ പിന്നെ അടുത്ത സൂറത്ത് ഏതാണ്? ആൽ ഇംറാൻ. നമ്മുടെ മുസ്ഹഫിൽ ബഖറ കഴിഞ്ഞാൽ പിന്നെ ആൽ ഇംറാനാണ്. നബി ഓതിയതോ നിസാ ആണ്. നിസാ കഴിഞ്ഞു, നബി റുക്കൂ ചെയ്തില്ല. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പാരായണം ചെയ്തത് ആലു ഇംറാനാണ്. അപ്പോൾ ആ ക്രമം ആര് തെറ്റിച്ചു? മുസ്ഹഫിലുള്ള ആ ക്രമത്തിലല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ രാത്രി നിസ്കാരം നിർവഹിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ ക്രമം പാലിക്കുക എന്നുള്ളത് നിർബന്ധമല്ല. ആ ക്രമം ഒരാൾ തെറ്റിച്ചാൽ അത് ഹറാമല്ല എന്നതിന് ഈ സംഭവം തെളിവാണ്. ഇനിയിവിടെ നമ്മൾ ചിന്തിക്കേണ്ട വേറൊരു കാര്യം, സൂറത്തുൽ ബഖറ മുതൽ സൂറത്തുൽ നിസാ വരെ എത്ര ഉണ്ട് നമ്മൾ നോക്കുക. ഈ 3 സൂറത്തുകൾ എന്ന് പറഞ്ഞാൽ 5.25 ജുസ് ആണ്. 5.25 ജുസ് ആണ് ഒരു റക്കാത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്തത്. ആയിഷബിൻ്റെ അടുക്ക് വന്നിട്ട് ചോദിക്കുന്നില്ലേ, നബിൻ്റെ രാത്രി നിസ്കാരം എങ്ങനെയാണ്? ലാ തസ്അൽ അൻ ഹുസ്നിഹിൻ വതൂലിഹിൻ, അതിൻ്റെ സൗന്ദര്യത്തെ പറ്റിയിട്ട് അതിൻ്റെ ദൈർഘ്യത്തെ പറ്റിയിട്ട് നീ എന്നോട് ചോദിക്കരുത്. കാരണം ആയിഷ ബീവി കിടന്നുറങ്ങിയോണ്ടോ ആയിഷ ബീവി ആ നിസ്കാരം കാണാത്തോണ്ടോ അല്ല. പക്ഷെ വാക്കുകൾ കൊണ്ട് ആ നിസ്കാരത്തിൻ്റെ ഭംഗി വിവരിക്കാൻ കഴിയൂല. ഹത്താ തതഫത്തറ ഖദമ, ഒരു മനുഷ്യൻ കാലിൽ നീര് വരുന്ന അത്ര നിന്ന് നിസ്കരിച്ചു എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും ആ നിസ്കാരത്തിൻ്റെ നീളം? മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിസ്കാരത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, രാത്രി നിസ്കാരമൊക്കെ ആണെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർഗ്ഗത്തെപ്പറ്റി പറയുന്ന ആയത്തുകൾ കേട്ടാൽ അവിടെ നിർത്തും. എന്നിട്ട് അള്ളാഹുവിനോട് സ്വർഗ്ഗം ചോദിക്കും. നരകത്തെപ്പറ്റി പറയുന്ന ആയത്തുകൾ എത്തിയാൽ അവിടെ നിർത്തും. നരകത്തിൽ നിന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അഭയം ചോദിക്കും. അതാണ് നബിൻ്റെ രാത്രി നിസ്കാരം. നമ്മളൊക്കെ രാത്രി നിസ്കാരത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് നമ്മൾ ആലോചിക്കുക. റമളാൻ കഴിഞ്ഞിട്ട് രാത്രി നിസ്കരിക്കാത്ത മനുഷ്യന്മാരുണ്ടാകും. ഏറ്റവും ചുരുങ്ങിയത് ഒരു ദിവസം ഒരു റക്അത്തെങ്കിലും രാത്രി നിസ്കരിക്കുന്ന ഒരു ശീലം. ഏറ്റവും മിനിമം എത്രയാണ് രാത്രി നിസ്കാരം? എത്രയാണ്? ഒരു റക്അത്താണ്. അതിൽ കൂടുതൽ കഴിയുമെങ്കിൽ ഏറ്റവും നല്ലത്. എന്നാൽ ഏറ്റവും മിനിമം ഒരു റക്അത്തിന് എന്തെങ്കിലും ചെയ്യണം, നമ്മൾ ശീലാക്കി കൊണ്ട് നടക്കണം. അഫ്ളലു സ്വലാത്തി ബഅദൽ ഫരീള, നിർബന്ധമായ നിസ്കാരത്തിന് ശേഷമുള്ള ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരം രാത്രി നിസ്കാരമാണ്. അഫ്ളലു സിയാമി ബഅദ റമളാൻ, റമളാൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ് ഷഹ്റുല്ലാഹിൽ മുഹറം, അള്ളാഹുവിൻ്റെ മാസമായ മുഹറം മാസത്തിലെ നോമ്പാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. അപ്പോൾ രാത്രി നിസ്കാരം ഒരു ശീലമായിട്ട് കൊണ്ട് നടക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ ശരിക്കും ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ക്രമം പാലിക്കാതെയാണ് പാരായണം ചെയ്തത്. അതുകൊണ്ട് തന്നെ ആ ക്രമം പാലിക്കുക എന്നുള്ള നിർബന്ധമല്ല. എന്നാൽ ഏറ്റവും അഫ്ളൽ എന്താണ്? ആ ക്രമം പാലിച്ചുകൊണ്ട് പാരായണം ചെയ്യുക എന്നതാണ്. അല്ലാഹു അലം. തൽക്കാലം ഒരു മുഖദ്ദിമ എന്ന നിലക്കുള്ള കുറച്ച് ഭാഗങ്ങളാണ് നമ്മൾ സൂചിപ്പിച്ചത്. വിശദമായിട്ട് ഈ സൂറത്തിൻ്റെ ബാക്കി വിഷയങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്ന ക്ലാസ്സിൽ പൂർത്തിയാക്കാം, അല്ലെങ്കിൽ തുടർന്ന് പോകാമെന്നാണ് കരുതുന്നത്. സൂറത്തുകളുടെ തർത്തീബാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്.
ആയത്തുകൾക്കിടയിലുള്ള തർത്തീബും ഹർഫുകൾക്കിടയിലുള്ള തർത്തീബും അതുപോലെ തന്നെ കലിമത്തുകൾ പദങ്ങൾക്കിടയിലുള്ള തർത്തീബൊക്കെ എന്താണ്? അത് മാറ്റാൻ പറ്റുമോ? മാറ്റൽ ഹറാമാണ്. അതൊക്കെ തൗഖീഫി ആയിട്ട് സ്ഥിരപ്പെട്ടതാണ്. ഓക്കെ, എന്താണ് മക്കിയായ സൂറത്ത് എന്ന് പറഞ്ഞാൽ? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് ഹിജറ പോകുന്നതിന് മുമ്പ് അവതരിച്ച സൂറത്തുകളാണ്. ഒരു സൂറത്ത് അല്ലെങ്കിൽ ഒരു ആയത്ത് അവതരിച്ചത് മക്കയിൽ വെച്ചിട്ടാണ്. എന്നാൽ ഹിജറയ്ക്ക് ശേഷമാണ് അവതരിച്ചത്. അത് മക്കിയാണോ മദനിയാണോ? മദനിയാണ്. അതിനൊരു ഉദാഹരണം പറയാൻ പറ്റുമോ? സൂറത്തു അൽ മാഇദയിലെ 3-ാമത്തെ ആയത്ത്. 3-ാമത്തെ ആയത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ തുടക്കം തന്നെ എന്തല്ല, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും അല്ല, ഹുർരിമത് അലൈക്കും എന്ന് പറഞ്ഞിട്ടാണ് ആയത്ത് തുടങ്ങുന്നത്. ആയത്തിൻ്റെ ഇടയിൽ വരുന്നൊരു ഭാഗമാണ് അൽയൗമ അക്മൽതു ലക്കും ദീനക്കും. എത്ര സൂറത്തുകളിൽ അൽ ഹുറൂഫുൽ മുഖത്ത കൊണ്ട് അള്ളാഹു അധ്യായം ആരംഭിക്കുന്നുണ്ട്? 29 സൂറത്തുകൾ. അൽ ഹുറൂഫുൽ മുഖത്തയായിട്ട് ഖുർആനിൽ വന്ന അക്ഷരങ്ങൾ മൊത്തത്തിൽ എത്ര എണ്ണമാണ്? 14 എണ്ണമാണ്. ആ 14 എണ്ണവും നമുക്കൊരു വാചകത്തിൽ പറയാൻ പറ്റും അല്ലേ? എന്താണത്? നസ്സുൻ ഹക്കീമുൻ ഖാത്തിഉൻ ലഹു സിറുൻ. ആ 14 അക്ഷരങ്ങളാണ് ഹുറൂഫുൽ മുഖത്തയായിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഒരായത്തിനെ പറ്റിയിട്ടാണ് അപ്പോൾ നമ്മൾ പറഞ്ഞത്. ആയത്തിന് പ്രത്യേകിച്ച് അർത്ഥമില്ലാത്തതുകൊണ്ട് അതിൻ്റെ വിശദീകരണം നമ്മൾ പറഞ്ഞിട്ടില്ല. അതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് നമ്മൾ പറഞ്ഞു. എന്താണ് ഹുറൂഫുൽ മുഖത്ത കൊണ്ടുള്ള ലക്ഷ്യം? വെല്ലുവിളിക്കുക എന്നുള്ളതാണ്. ഖുർആൻ്റെ ശത്രുക്കളെ വെല്ലുവിളിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നത് ഈ സൂറത്തിലായത്താണോ? ആണോ? അല്ല, ബിസ്മി ഒരു സൂറത്തിൽ മാത്രമാണ് ആയത്തായിട്ട് വരുന്നത്. ഏത് സൂറത്തിലാണ്? ഫാത്തിഹ. അപ്പം നംലിലോ? നംലിലില്ലേ സുലൈമാൻ നബിൻ്റെ കത്ത് എന്താണ്? ഇന്നഹു മിൻ സുലൈമാന വ ഇന്നഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇത് സുലൈമാനിൽ നിന്നുള്ള കത്താണ്, അള്ളാഹുവിൻ്റെ പേരിലുള്ള കത്താണ്. അപ്പോൾ 2 സൂറത്തായില്ലേ? സൂറത്തുൽ ഫാത്തിഹയിൽ ശരിക്കും ബിസ്മി ആയത്താണോ? അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇപ്പോൾ നമ്മളൊക്കെ മുസ്ഹഫ് തുറന്നു വെച്ചാൽ 1-ാമത്തെ ആയത്ത് ഏതാണ്? നമ്മൾ നോക്കിക്കണം. 1-ാമത്തെ ആയത്ത് ബസ്മലയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളിടത്ത് 1-ാമത്തെ ആയത്തായിട്ട് കാണാൻ പറ്റും. പക്ഷേ ശരിയായ അഭിപ്രായ പ്രകാരം അല്ലാഹു ആലം, പ്രമാണങ്ങളോടും തെളിവുകളോടൊക്കെ യോജിച്ച അഭിപ്രായം ബസ്മല ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത് ഫാത്തിഹയിലെ ആയത്തല്ല എന്നുള്ളതാണ്. അതിന് 2 തെളിവുകൾ നമുക്ക് പറയാൻ പറ്റും. ഒന്ന്, ഇപ്പോൾ അള്ളാഹു പറഞ്ഞല്ലോ, ഖുദ്സിയായൊരു ഹദീസിൽ അള്ളാഹു പറയാണ്. എന്താ ഖുദ്സിയായ ഹദീസ് എന്ന് പറഞ്ഞാൽ? അള്ളാഹു പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഹദീസുകൾ. എല്ലാ ഹദീസും അള്ളാഹുവിൻ്റെ വഹിയാണ്. എന്നാൽ ഈ ഹദീസ് പറയുമ്പോൾ പ്രത്യേകം അള്ളാഹു പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിൻ്റെ വാക്കായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക. അപ്പോൾ അവിടെ അള്ളാഹു പറയുന്നത് ഖസംതു സ്വലാത്ത ബൈനി വ ബൈന അബ്ദി നിസ്ഫൈൻ. ഞാൻ എനിക്കും എൻ്റെ അടിമക്കിടയിൽ നിസ്കാരത്തെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഫാത്തിഹയെ പറ്റിയിട്ടാണ് പറയുന്നത്. ഇദാ ഖാലൽ അബ്ദു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഒരു അടിമ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് ഓതിയാൽ ഞാൻ പറയും ഹമിദനി അബ്ദി, എൻ്റെ അടിമ എന്നെ സ്തുതിച്ചിരിക്കുന്നു. അർ റഹ്മാൻ റഹീം എൻ്റെ അടിമ പറഞ്ഞാൽ ഞാൻ പറയും അസ്ന അലൈയ അബ്ദി, എൻ്റെ അടിമ എന്നെ പുകഴ്ത്തിയിരിക്കുന്നു. അപ്പോൾ ഈ ഹദീസ് നമ്മൾ ശ്രദ്ധിക്കുക. ഇവിടെ അള്ളാഹു പറഞ്ഞത് എന്താണ്? എൻ്റെ അടിമ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് പറഞ്ഞില്ല? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ മറുപടി പറയുന്ന അള്ളാഹു പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്നൊരു തെളിവ് എന്താണ്? ഫാത്തിഹയിലെ 1-ാമത്തെ ആയത്ത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നുള്ളതാണ്. ഇനി 2-ാമത്തെ തെളിവ് എന്താണെന്ന് വെച്ചാൽ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാൻ നബിൻ്റെ പിന്നിൽ നിന്നിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെയും ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെയും ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ പിറകിൽ നിന്നിട്ട് നിസ്കരിച്ചിട്ടുണ്ട്. കാനൂ ലാ യജ്ഹറൂന ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അവരാരും നിസ്കാരത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത് ഉച്ചത്തിൽ പാരായണം ചെയ്തിരുന്നില്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത് അവർ പതുക്കനെയാണ് ഓതിയിരുന്നത്. അപ്പോൾ ഒരു സൂറത്തിലെ എല്ലാ ആയത്തുകളും ഉറക്കനെ ഓതുക, ഒരായത്ത് മാത്രം പതുക്കനെ ഓതുക, അതുണ്ടാവില്ല. ഇപ്പോൾ ദുആഉൽ ഇസ്തിഫ്താഹ്, പ്രാരംഭ പ്രാർത്ഥന നമ്മൾ എന്ത് ചെയ്യുന്നില്ല? ഉച്ചത്തിൽ ഓതുന്നില്ല, കാരണം അത് ഫാത്തിഹയിൽ പെട്ടതല്ല. അതുപോലെ തന്നെയാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പതുക്കനെ ഓതുമ്പോൾ അത് ഫാത്തിഹയിൽ പെട്ടതല്ല. അപ്പോൾ ബസ്മല എന്നുള്ളത് ഫാത്തിഹയിൽ പെട്ടതല്ല എന്നുള്ളതിന് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹു തആല പറയുന്ന 2 തെളിവുകളാണ് നമ്മൾ സൂചിപ്പിച്ചത്. അപ്പോൾ നമ്മളെ നാട്ടിലൊക്കെ പ്രിൻ്റ് ചെയ്ത് വരുന്ന മുസ്ഹഫിലുള്ളത് ബസ്മല ആയത്താണെന്നുള്ള അഭിപ്രായ പ്രകാരമുള്ള നിലപാടാണ്. അപ്പോൾ ഇനി അടുത്ത സംശയമാണ്, ഫാത്തിഹയിൽ എത്ര ആയത്തുകളുണ്ട്?
7 ആയത്തുകളാണ്. അതിൽ സംശയമില്ല. 2 അഭിപ്രായം പറഞ്ഞു. ബിസ്മി ആയത്താന്ന് പറഞ്ഞവരും ആയത്തല്ല എന്ന് പറഞ്ഞവരും ഏകോപിച്ച കാര്യമാണ്. ഫാത്തിഹയിൽ എത്ര ആയത്തുകളാണുള്ളത്? 7 ആയത്തുകളാണ്. അപ്പോൾ ബിസ്മി ആയത്തല്ല എന്ന് പറഞ്ഞവർ ഫാത്തിഹയിൽ ആയത്തായിട്ട് എണ്ണിയത് 1 അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, 2 അർ-റഹ്മാനിർ റഹീം, 3 മാലിക് യൗമിദ്ദീൻ, 4 ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, 5 ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, 6 സിറാത്തൽ ലദീന അൻഅംത അലൈഹിം. അവിടെ അവർ നിർത്തി. അത് 6ാമത്തെ ആയത്തായിട്ടാണ് അവർ കണക്കാക്കുക. ഗൈരിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ എന്നുള്ളത് 7ാമത്തെ ആയത്താണ്. അപ്പോൾ ഫാത്തിഹയിൽ 7 ആയത്തുകളാണ് ഉള്ളത് എന്നുള്ള കാര്യത്തിൽ എന്തില്ല? അഭിപ്രായ വ്യത്യാസമില്ല. എന്നാൽ ഏതൊക്കെയാണ് 7 ആയത്തുകൾ എന്നുള്ളതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അതിൽ വല്ലാഹു ആലം ബിസ്മി ആയത്തല്ല എന്നുള്ള അഭിപ്രായമാണ് ശരിയായ അഭിപ്രായം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ള ഏതെങ്കിലും ഒരു സൂറത്തിലെ അതിൽപ്പെട്ട ആയത്തല്ല. എല്ലാ സൂറത്തുകളുടെയും തുടക്കത്തിലുള്ള സ്വതന്ത്രമായ ആയത്താണ്. ഒരു സൂറത്തിൽ മാത്രമാണ് ബിസ്മി ആയത്തായിട്ട് വരുന്നത്. അത് സൂറത്തുൻ നംലിലാണ്. ഇന്നഹു മിൻ സുലൈമാന വ ഇന്നഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇനി ബിസ്മി ഒരു സൂറത്തിലെ ആയത്തല്ല എന്നുള്ളതിന് വേറൊരു തെളിവും കൂടി നമുക്ക് പറയാൻ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുർആനിൽ 30 ആയത്തുകളുള്ള ഒരു സൂറത്തുണ്ട്. ആ സൂറത്ത് ഓതിയ ഒരാൾക്ക് വേണ്ടിയിട്ട് ആ സൂറത്ത് ശുപാർശ പറയും, ഷഫാത്ത് പറയും. ഏതാണ് ആ സൂറത്ത്? സൂറത്തുൽ മുൽക്കാണ്. സൂറത്തുൽ മുൽക്ക് വെറുതെ നമ്മളൊന്ന് മറിച്ച് നോക്കുക, 30 ആയത്തുകളാണ്. എന്നാൽ ബസ്മല കൂട്ടിയാലോ 31 ആയത്തായി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത് കൂട്ടിയാൽ 31 ആയത്തായി. അപ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത് സൂറത്തിലെ ആയത്തല്ല, എല്ലാ സൂറത്തുകളുടെയും തുടക്കത്തിലുള്ള സ്വതന്ത്രമായ ആയത്താണ്. ബിസ്മി ഖുർആനിലെ ആയത്താണോ? ഖുർആനിലെ ആയത്താണ്, സൂറത്തുകളുടെ ആയത്തല്ല. എന്നാൽ ഇസ്തിആദ ഖുർആനിലെ ആയത്തല്ല. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്നുള്ളത് ഖുർആനിലെ ഒരു ആയത്തല്ല. ഖുർആനിലുള്ളത് എന്താണ്? നിങ്ങൾ ഖുർആൻ ഓതാൻ തുടങ്ങുമ്പോൾ ഫസ്തഈദ് ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, അള്ളാഹുവിനോട് ഷെയ്ത്താനിൽ നിന്ന് അഭയം ചോദിക്കുന്ന കൽപ്പനയാണ് ഖുർആനിലുള്ളത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്നുള്ളത് ഖുർആനിലെ ഒരു ആയത്തല്ല. ഒരു കാര്യം കൂടി പറയാം, അഊദു ചൊല്ലുന്നതിൻ്റെ വിധി എന്താണ്? ഒരാൾ അഊദു ചൊല്ലാതെ ഖുർആൻ ഓതി, അയാൾ കുറ്റക്കാരനാവോ? ഉറപ്പാ? അപ്പോൾ ഫസ്തഈദ് ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, നിങ്ങൾ ഷെയ്ത്താനിൽ നിന്ന് അഭയം ചോദിക്കണം എന്ന കൽപ്പനയല്ല വന്നത്. കൽപ്പന വന്നാൽ നിർബന്ധത്തല്ല അറിയിക്കുക. നമ്മൾ ഇന്നലെ കിതാബ് തൗഹീദിൻ്റെ ദർസ് കേട്ടില്ലേ, അൽ അംറുലിൽ വുജൂബ്, താടി വെക്കുന്ന മസലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോൾ എല്ലാ കൽപ്പനയും എന്താവണമെന്നില്ല, നിർബന്ധത്തെ അറിയിക്കുന്നതാവണമെന്നില്ല. ഇവിടെ വന്ന കൽപ്പന നദ്ബിനുള്ളതാണ് എന്ന് ഇബ്നു കസീർ റഹിമഹുല്ലാഹു തആലയൊക്കെ പറയുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇമാം തൊബരി റഹിമഹുല്ലാ അതിൽ അഭിപ്രായ വ്യത്യാസം ഇല്ല എന്നുള്ള നിലക്കൊക്കെ പറയുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഖുർആൻ ഓതുന്നതിന് മുമ്പ് അഊദു ചൊല്ലുക എന്നുള്ളത് സുന്നത്താണ്. ഒരാൾ അഊദു ചൊല്ലിയിട്ടില്ല എങ്കിൽ അയാൾ കുറ്റക്കാരനാവുകയില്ല. എന്നാൽ അഊദു ചൊല്ലാൻ നമ്മൾ ശ്രദ്ധിക്കുക. കാരണം ഷെയ്ത്താനിൽ നിന്നാണ് നമ്മൾ അഭയം ചോദിക്കുന്നത് അല്ലേ. നമ്മളൊരു വലിയ നന്മ ചെയ്യുമ്പോൾ ഷെയ്ത്താൻ നമ്മൾ വെറുതെ വിടും നമ്മൾ വിചാരിക്കുന്നുണ്ടോ? അപ്പോൾ അവനിൽ നിന്ന് അഭയം ചോദിച്ചുകൊണ്ട് തുടങ്ങാനും നമ്മൾ ശ്രദ്ധിക്കുക. ഹാദാ വല്ലാഹു അലം. ബാറക്കല്ലാഹു ഫീക്കും. തൽക്കാലം നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഇനി വിശദമായിട്ട് നമുക്ക് സൂറത്തിൻ്റെ ആയത്തുകളിലേക്ക് അടുത്ത ദർസ് മുതൽ പ്രവേശിക്കാം. അള്ളാഹു കൂടുതൽ അറിയാനും പഠിക്കാനൊക്കെ നമ്മളെ സഹായിക്കട്ടെ. ഉപകാരപ്രദമായ അറിവ് നമുക്കെല്ലാവർക്കും അള്ളാഹു വർദ്ധിപ്പിച്ചു തരട്ടെ. നമ്മുടെ വീഴ്ചകൾ അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ. ഈ ഒരു കൂടിയിരുത്തത്തിന് അള്ളാഹു ഏറ്റവും നല്ല പ്രതിഫലം നൽകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.